മനുഷ്യന് ദൈവം നൽകിയ ഒരു വരദാനമാണത്. ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരുടെ സ്നേഹം പിടിച്ചെടുക്കണമെന്നും നമുക്ക് സ്നേഹിക്കപ്പെടണമെന്നും ആഗ്രഹമുണ്ട്. അതിനും കുഴപ്പമൊന്നുമില്ല. ഒരിക്കൽ ഒരു ചെറിയ കുട്ടി എന്നോട് വന്ന് പറഞ്ഞു, ചെറിയ കുട്ടി എന്ന് സ്കൂൾ കുട്ടിയാണ്. അവൻ എന്നോട് വന്ന് പറഞ്ഞു, എന്നെ നോക്കി ടീച്ചർ എന്നെ നോക്കി ഒരു പെൺകുട്ടി എപ്പോഴും പുഞ്ചിരിച്ച് കാണിക്കുകയാണ്. അവൻ നല്ല പഠിക്കുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പുഞ്ചിരി കാണുമ്പോൾ എനിക്ക് ഏകാഗ്രത നഷ്ടപ്പെടുന്നു, എൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമാണോ? എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമൊക്കെ ഉണ്ട്. ആ കുട്ടി എൻ്റെ ക്രിസ്ത്യൻ കാറ്റഗറിയിൽപ്പെട്ട കുട്ടിയല്ല, കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടിയല്ല. കുട്ടി എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, കുട്ടിക്ക് എന്നെ ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ കുട്ടി കൂടെ കൂടെ എന്നെ നോക്കി ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചിരിയും ഒരു കൊളുത്തി പിടിക്കുന്ന അനുഭവം, ഒരു അസ്വസ്ഥത എനിക്ക് ഉണ്ടാക്കുന്നു. പിന്നെ എനിക്ക് കുറേ സമയത്ത് ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഈയിടെ എന്താ നമ്മൾ ഒരു അഡാർ ലഫിനകത്ത് ഇങ്ങനെ കണ്ടില്ലേ കണ്ണിൻ്റെ, അങ്ങനെ കണ്ടതോടുകൂടി ആ പയ്യൻ ഇങ്ങനെ അങ്കലാപ്പിലാകുന്നത് പോലെ ഈ പയ്യനും അങ്കലാപ്പിലായിരിക്കുകയാണ്. ഇങ്ങനെ അങ്കലാപ്പിലായിരിക്കുന്ന ഈ പയ്യനോട് ഞാൻ പറഞ്ഞു, ശരി, നിനക്ക് ആ കുട്ടിയുടെ പിണക്കമൊന്നുമില്ലല്ലോ? പിണക്കമൊന്നുമില്ല. ഇഷ്ടമുണ്ടല്ലോ? ഇഷ്ടമുണ്ട്. അന്ന് സാറില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബന്ധം അങ്ങ് വളരെ വളർന്നു പോയാൽ അത് നിനക്ക് നന്മയ്ക്കായിരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു, കല്യാണമൊന്നും കഴിക്കാൻ ഒരു കാലത്തും പറ്റിയല്ല. കാരണം ഞാൻ എൻ്റെ വിശ്വാസത്തിൽപ്പെട്ട ഒരാളെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ. എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും സങ്കടമാകും. അങ്ങനെയല്ലാത്തൊരു കാര്യം ഞാൻ ആലോചിക്കുന്നില്ല. പിന്നെ വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അതെൻ്റെ ഏകാഗ്രത, പഠനത്തിലുള്ള എൻ്റെ ലക്ഷ്യത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിചലനമായി മാറരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി. പർട്ടിക്കുലർ ഫ്രണ്ട്ഷിപ്പ് ആണ് അപകടം ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക വ്യക്തിയിൽ സ്നേഹം കേന്ദ്രീകരിക്കുമ്പോഴാണ് നമ്മുടെ ഏകാഗ്രത നശിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യൂ, ആ ബെഞ്ചിൽ എത്ര കുട്ടികൾ ഇരിപ്പുണ്ടെന്ന് ചോദിച്ചു. 5 കുട്ടികൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. നാളെ ചെല്ലുമ്പോൾ ഈ കുട്ടി ചിരിച്ച് കാണിക്കുമ്പോൾ നീ ഹൃദ്യമായിട്ട് ചിരിച്ച് കാണിക്കണം. ചിരിച്ച് കാണിക്കുക മാത്രമല്ല, ആ ബെഞ്ചിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് ആ ബാക്കിയുള്ള 4 പേരെയും കൂടി ചിരിച്ച് കാണിക്കണം. 5 പേരെയും ചിരിച്ച് കാണിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പയ്യൻ പറഞ്ഞു, അത്രയും ചെയ്താൽ മതിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ ആ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും 1 by 1 ആയിട്ട് ചിരിച്ച് കാണിക്കണം. എല്ലാവരെയും ചിരിച്ച് കാണിച്ചാൽ മതി. എല്ലാവരും നിൻ്റെ ഫ്രണ്ട്സാകും. നിനക്ക് ഒത്തിരി സ്നേഹം കിട്ടുകയും ചെയ്യും. ആൺകുട്ടികളോട് നീ സ്നേഹത്തോടെ പെരുമാറുന്ന പോലെ അവരോടും പെരുമാറിയാൽ മതി എന്ന് പറഞ്ഞു. ഈ പയ്യൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഓടിക്കതച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചർ പറഞ്ഞത് ശരിക്കും വർക്ക് ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞ് ശരിക്കും വർക്ക് ചെയ്ത്. എങ്ങനെയാണെന്ന് വെച്ചു, ആ കുട്ടി അന്നും എന്നെ നോക്കി പുഞ്ചിരിച്ച് കാണിച്ചു. ഞാൻ ആ കുട്ടിയും ചിരിച്ച് കാണിച്ചു. അവളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഈ 2 പേരെയും ചിരിച്ച് കാണിച്ചു. അപ്പോൾ ഈ കുട്ടി ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. പിറ്റേ ദിവസം ആ കുട്ടിയുടെ ചിരിയുടെ എണ്ണം കുറഞ്ഞു. ഞാൻ വീണ്ടും അവരെ ചിരിച്ച് കാണിച്ചു. ഇപ്പോൾ എന്നെ നോക്കുന്ന പോലുമില്ല. വല്ലപ്പോഴും ചിരിച്ചെങ്കിലായി, ഇല്ലെങ്കിലായി. പർട്ടിക്കുലർ ഫ്രണ്ട്ഷിപ്പ് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് സ്നേഹം കേന്ദ്രീകരിക്കുമ്പോഴാണ് നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്നതും നമ്മുടെ ഹൃദയവിശുദ്ധി നഷ്ടപ്പെടുന്നതും നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതും. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എനിക്കറിയാം, ഈ പ്രായം കഴിഞ്ഞു വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒരുപാട് കുട്ടികളെ, യൂത്തിനോടാണ് ഞാൻ ഏറ്റവും അധികം ഇടപെടുന്നത്. ഇത് 30ാമത്തെ വർഷമാണ് എൻ്റെ ടീച്ചിങ് കരിയറിൽ. ഒത്തിരി യുവജനങ്ങളുടെ പ്രസ്ഥാനങ്ങളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. JCs എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുവജന പരിശീലന സംഘടനയാണ്. അതിൻ്റെ വളരെ സജീവ പ്രവർത്തകയാണ് ഞാൻ. അപ്പോൾ യുവജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും, എല്ലാ യുവജനങ്ങളുടെയും ഉള്ളിലെ ഒരു ആഗ്രഹമാണ് സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. സ്നേഹിക്കപ്പെടുക എന്നുള്ള ആഗ്രഹം, സ്നേഹിക്കുക എന്നുള്ള ആഗ്രഹം, അത് പ്രായവും പക്വതയും ആകുന്നതിന് മുമ്പ് ഫോക്കസ്ഡ് ആക്കരുത്, ഒരു വ്യക്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ വ്യക്തികളും ദൈവത്തിൻ്റെ മക്കളാണ്. ഞാനും നീയും എൻ്റെ ചുറ്റുമുള്ളവരുമെല്ലാം ദൈവത്തിൻ്റെ മക്കളും. നാം സ്നേഹിക്കുവാനായിട്ട് നമ്മുടെ സർക്കിൾ ഓഫ് കൺസേൺ, നമ്മുടെ പരിഗണനയുടെ പരിധിയിൽ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ച് ദൈവം നമ്മുടെ ക്ലാസ് മുറികളിലും നമ്മുടെ കലാലയങ്ങളിലും നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ അയൽവക്കങ്ങളിലും ഒക്കെ ആക്കിയിരിക്കുന്നവരാണ്. അവരെയൊക്കെ സ്നേഹിച്ചുകൊള്ളുക. എല്ലാവരെയും കാണുമ്പോൾ ചിരിച്ചു കാണിക്കുക, എല്ലാവരോടും വർത്തമാനം പറയുക. പക്ഷേ ഒരാൾക്ക് ഒത്തിരി സമയം കൊടുക്കരുത്. ഒരാൾക്ക് ഒത്തിരി സമയം കൊടുക്കുകയും ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കണ്ണുകളൊക്കെ കാണിച്ചാലാണ് അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു 1ാമത്തെ ടൂളായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഈ ശരീരത്തിൻ്റെ പ്രലോഭനങ്ങളും ആസക്തികളും അപകടത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ 1ാമതായി നമ്മൾ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കണം.
നമ്മുടെ കണ്ണുകൾ ഒരു വ്യക്തിയിൽ ഉടക്കാതിരിക്കട്ടെ, എല്ലാ വ്യക്തികളെയും കാണട്ടെ. ഈ പ്രപഞ്ചനാഥൻ്റെ സൃഷ്ടി വൈഭവം എല്ലാ വ്യക്തികളിലും, എല്ലാ വസ്തുക്കളിലും, സകല ചരാചരങ്ങളിലും, പ്രപഞ്ചം മുഴുവനിലും, പൂവിലും പുഴുക്കളിലും ഒക്കെ കാണുന്ന യുവജനങ്ങളാകട്ടെ. യുവജനങ്ങൾക്ക് ആ ഒരു വലിയൊരു സെൻസിറ്റിവിറ്റി, അതിനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്.